എക്സലന്റ് അക്കാദമിയുടെ അടുത്ത വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ അൽഫോൺസ് ലിഗോറി, റിട്ടയർഡ് പ്രൊഫസർ, SH കോളേജ് തേവര. അദ്ദേഹം ഇന്ന് SSLC സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഒരു ഹിസ്റ്ററിയിലെ ഒരു ചാപ്റ്ററാണ് അദ്ദേഹം തുടങ്ങുന്നത്. ഞാൻ ലിഗോറി സാറിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഇത് നമ്മുടെ ക്ലാസ് ഇപ്പോൾ എന്താ പറയുക, COVID-19 പശ്ചാത്തലത്തിൽ ടെമ്പററി അറേഞ്ച്മെന്റാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തെ പോലെ ഡോക്ടറേറ്റ് നേടിയ ഒരാളുടെ ക്ലാസ് നമുക്ക് ലഭിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. അത് നിങ്ങൾക്ക് നമ്മുടെ സ്റ്റുഡൻസിന് ലഭിക്കുക എന്ന് പറയുന്നത് അതിലേറെ സന്തോഷമാണ്. പക്ഷെ നമ്മൾ പരിമിതമായ ലിമിറ്റഡ് ടെക്നോളജിക്കൽ സപ്പോർട്ടിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ ക്ലാസ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്. ആ ലിമിറ്റേഷൻസ് ഉണ്ടാവും, നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. ലിഗോരി സാറിനോട് ഞാൻ ഒന്നുകൂടി റിക്വസ്റ്റ് ചെയ്യുകയാണ്, നമ്മുടെ കുട്ടികൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർ മലയാളം മീഡിയം ഉണ്ട്, ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്. അപ്പൊ അതുകൂടി സാറൊന്ന് പരിഗണിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് സാറിന് റിക്വസ്റ്റ് കൊണ്ട് ഈ ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്യുന്നു. So, at the outset, let me express my wholehearted thanks to the managing partners and the faculty members of the Excellent Academy, Kundugara, Ernakulam. So, as we know that from the introduction itself, I am in charge of taking the first lesson of the 10th standard, those who are preparing for the SSLC exam. Now, when I am taking the classes, my immediate objective or the immediate aim is to equip everyone to get their own expected level of marks or the level of grades in their exams. And the second or the distant objective is to equip yourself for the competitive exams. As we know that in the competitive exams, major part that was covered in the question paper is related to the history or is related to the world history. So today I am intending to take the class not directly related to the revolutions that influenced the world, but I would like to give a brief introduction about the history. Now, history is something which is entirely different from all other subjects. If you are interested in history, now the level of your heights of knowledge will increase. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് പ്രധാനമായിട്ടും എൻ്റെ ക്ലാസ് ഞാൻ ലക്ഷ്യമിടുന്നത് രണ്ട് പ്രധാന മേഖലകളെ. ഒന്നാമത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ആഗ്രഹപ്രകാരമുള്ള 10ാം ക്ലാസ്സിൽ ഉയർന്ന ഗ്രേഡ് സമ്പാദിക്കുക. രണ്ടാമത്, നിങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ വിവിധ തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്ക് പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഉയർന്ന വിജയം നേടുക. ഈ രണ്ട് ലക്ഷ്യവും മുൻനിർത്തിയാണ് ഞാൻ ഈ ക്ലാസ് എടുക്കാൻ താല്പര്യപ്പെടുന്നത്. Now, the revolutions that influenced the world എന്നുള്ളൊരു ചാപ്റ്ററില് എന്നുള്ളൊരു ടോപ്പിക്കില് കുറെ റവല്യൂഷൻസിനെ പറ്റിയാണ് നിങ്ങളോട് സംസാരിക്കാനായിട്ട്, നിങ്ങൾക്ക് ക്ലാസ് എടുക്കുവാനായിട്ട്, നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് നേരിട്ടൊരു റവല്യൂഷൻസ് എന്നുള്ള ഒരു വാക്കുപയോഗിച്ച് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. പകരം എന്താണ് ചരിത്രം എന്നുള്ളതിനെ പറ്റി ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ നിന്ന് തുടങ്ങാം നമ്മുടെ ചരിത്ര പഠനം. ഞാനത് ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്: വാട്ട് ഈസ് ഹിസ്റ്ററി? വാട്ട് ഈസ് ഹിസ്റ്ററി എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ അതൊരു വലിയൊരു ചരിത്രകാരന്റെ ഒരു ചോദ്യമാണ്. ചോദ്യം മാത്രമല്ല, അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ് വാട്ട് ഈസ് ഹിസ്റ്ററി. ആ ചരിത്രകാരനെ നമ്മൾ ഇനിയും കുറച്ച് സമയം കഴിയുമ്പോൾ ഞാൻ കൊണ്ടുവരും നിങ്ങളുടെ മുമ്പിലേക്ക്. അപ്പൊ ഇപ്പൊ നിങ്ങൾ ആ ചരിത്രകാരന്റെ പേര് ഓർത്തിരിക്കണം: എഡ്വേർഡ് ഹാലറ്റ് കാർ. ചുരുക്കപ്പേരിൽ അദ്ദേഹത്തെ ഇങ്ങനെ വിളിക്കും EH കാർ. അപ്പൊ ഈ കാറിന് ഒരു സ്പെല്ലിംഗ് നമ്മൾ ശ്രദ്ധിക്കണം. എഡ്വേർഡ് ഹാലറ്റ് കാർ അല്ലെങ്കിൽ EH കാർ. EH കാർ, CARR. അപ്പൊ കാറിന് ഇദ്ദേഹത്തിന്റെ പേരിന് R ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം.
നമ്മുടെ ഓട്ടോമൊബൈൽ കാർ തന്നെയാണ്, അതിന്റെ കൂടെ ഒരാറുമുടി ഉണ്ട് എന്നുള്ളത് ഓർക്കണം. എഡ്വേർഡ് ഹാലറ്റ് കാർ. E stands for Edward. H stands for Hallett. Hallet. ഹാലറ്റ് കാർ. ഈ പേര് ചരിത്രം പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയുടെയും മനസ്സിൽ പതിഞ്ഞിരിക്കണം. അദ്ദേഹം ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ്. പുസ്തകത്തിന്റെ പേര് വാട്ട് ഈസ് ഹിസ്റ്ററി. വാട്ട് ഈസ് ഹിസ്റ്ററി. വാട്ട് ഈസ് ഹിസ്റ്ററി. ഇതാണ് നമ്മുടെ ചോദ്യം. എന്താണ് ചരിത്രം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടിയും ഗാഢമായിട്ടുള്ള ഒരു ചിന്തയിലേക്ക് നമ്മൾ പോകേണ്ടി വരും. നമുക്ക് തമ്മിൽ ഒരു ചോദ്യം ചോദിക്കാം, ആരാണ് ചരിത്രത്തിന്റെ പിതാവ്? ഹു ഈസ് ദ ഫാദർ ഓഫ് ഹിസ്റ്ററി? ഒരു പക്ഷേ നിങ്ങൾ പലരും മനസ്സിലാക്കിയിട്ടുണ്ടാകാം, ഒരുപക്ഷെ മറന്നുപോയിട്ടുണ്ടാകാം. അതെല്ലാം ഒന്ന് പൊടി തട്ടി എടുക്കാനാണ് ഞാൻ ഈ ക്ലാസ് ഉപയോഗിക്കുന്നത്. ദ ഫാദർ ഓഫ് ഹിസ്റ്ററി എന്ന് നാം വിളിക്കുന്ന ഒരു വലിയൊരു വ്യക്തിയുടെ പേരാണ് ഹെറോഡോട്ടസ്. HERODOTUS. ഹെറോഡോട്ടസ്. ഹെറോഡോട്ടസ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചരിത്രത്തിന്റെ ആദ്യത്തെ വ്യക്തി, ആദ്യമായിട്ട് ചരിത്ര പുസ്തകം രചിച്ച വ്യക്തി, ആദ്യമായിട്ട് ചരിത്രത്തിന് ഡെഫിനിഷൻ കൊടുത്ത വ്യക്തി. അപ്പൊ ദ മാൻ ഹു സ്റ്റാർട്ടഡ് വിത്ത് ദ റൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി ആൻഡ് ദ മാൻ ഹു ഡിഫൈൻഡ് ഹിസ്റ്ററി ആൻഡ് ദ മാൻ ഹു പ്രൊജക്റ്റഡ് ദ imperative need of history to the world, and that was Herodotus. ഈ പേര് നമ്മുടെ മനസ്സിൽ വരണം, ഹെറോഡോട്ടസ്. അദ്ദേഹം ചരിത്രത്തെ ഡിഫൈൻ ചെയ്തു, നിർവചിച്ചു. അദ്ദേഹത്തിന്റെ നിർവചനം വളരെ ലളിതമാണ്, വളരെ നമ്മുടെ മനസ്സിലൊക്കെ പതിഞ്ഞിരിക്കണം. അദ്ദേഹം ഇങ്ങനെ പറയുന്നത്, ഹിസ്റ്ററി ഈസ് എ ഫിലോസഫി ടീച്ചിങ് ബൈ എക്സാമ്പിൾസ്. ഒന്നുകൂടി പറയുന്നു, ഹിസ്റ്ററി ഈസ് എ ഫിലോസഫി ടീച്ചിങ് ബൈ എക്സാമ്പിൾസ്. ഇതാണ് അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ. അദ്ദേഹം ആദ്യമായിട്ട് രചിച്ച പുസ്തകത്തിന്റെ പേര് ഇതാണ്, ദ പേർഷ്യൻ വാൾസ്. ദ പേർഷ്യൻ വാൾസ്. അത് ഒരു വലിയൊരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സംഘടനത്തിന്റെ സ്ട്രഗിളിന്റെ ഒരു എഴുത്താണത്, ദ പേർഷ്യൻ വാൾസ്. അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, the struggle that was waged between the two nations, one is Greece and the other it is Persia. അപ്പോൾ that was picturized through the Persian Wars by Herodotus, who has been considered as the father of history because of the three important aspects or the three important reasons. First is the definition, second is the first written work, and the third is the imperative need of protecting or the imperative need of history. These were projected in Herodotus. അപ്പൊ ഹെറോഡോട്ടസിന് ഈ പേർഷ്യൻ വാൾസ് എന്നുള്ളതിന് അദ്ദേഹം അന്ന് എഴുതി വെച്ച ഒരു പുസ്തകത്തിന്റെ പേര് ഇതാണ്, ഹിസ്റ്ററീസ്. ഇതാണ് ആ പുസ്തകത്തിന്റെ പേര്, ഹിസ്റ്ററീസ്. ഹിസ്റ്ററീസ് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം ലോകത്തിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. 9 വോളിയമുണ്ട് ഈ പുസ്തകത്തിന്. ഹിസ്റ്ററീസ് എന്ന് പറയുന്ന പുസ്തകത്തിന് 9 വോളിയമുണ്ട്. ഓരോ വോളിയവും ഓരോ കാലഘട്ടത്തിൽ നടന്ന സ്ട്രഗിൾസിന്റെ ചിത്രീകരണമാണ് ഹെറോഡോട്ടസിന്റെ ഹിസ്റ്ററീസ് ഡെഫിനിഷൻ. ഞാൻ അടുത്തൊരാളെ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുകയാണ്, അടുത്തൊരു ചരിത്രകാരനെ, തോമസ് കാർലെ. തോമസ് കാർലെ. തോമസ് കാർലെ. സ്പെല്ലിങ്ങിന് നമ്മൾ നോക്കണം, കാർലൈൽ, CARLYLE. ഇതാണ് തോമസ് കാർലെയുടെ സ്പെല്ലിംഗ്. അപ്പൊ തോമസ് കാർലെ പറയുന്നു, എന്താണ് ചരിത്രം എന്ന് അദ്ദേഹത്തിനോട് നമ്മൾ ചോദിക്കുകയാണ്. EH കാറിന്റെ അതേ ചോദ്യം തന്നെ, വാട്ട് ഈസ് ഹിസ്റ്ററി? അപ്പൊ തോമസ് കാർലെ ഡിഫൈൻ ഹിസ്റ്ററി ആസ് ദ സ്റ്റഡി ഓഫ് ദ ബയോഗ്രഫീസ് ഓഫ് ഗ്രേറ്റ് മെൻ and that is the record of human accomplishment. ഇതിലൂടെ അദ്ദേഹം കൊണ്ടുവരുന്ന അടുത്തൊരു ആസ്പെക്ട് ആണ് the autobiographies of great men and that is the record of the human accomplishment. വളരെ ലളിതമായിട്ട് ഈ നിർവചനത്തെ നമുക്ക് ഇങ്ങനെ വിശദീകരിക്കാം. If you want to study the history of India after 1947,
or after the freedom struggle or after August 15th, 1947, Thomas Carlyle wanted to project the study of history of India through the study of Jawaharlal Nehru. So Jawaharlal Nehru, the first Prime Minister, Pandit Jawaharlal Nehru, the first Prime Minister of India, if you study the Pandit Jawaharlal Nehru's activities, automatically you are studying the history of India. So the Thomas Carlyle autobiographies of great men, and that is the record of human accomplishment. തോമസ് കാർലയുടെ ഒരു പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് ഇതാണ്, ദ ഫ്രഞ്ച് റവല്യൂഷൻ. ദ ഫ്രഞ്ച് റവല്യൂഷൻ. നമ്മുടെ പാഠഭാഗത്തും ഈ ഒരു റവല്യൂഷനെ പറ്റി നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പേരാണ് തോമസ് കാർലൈൽ. Now, then the next important authority related to the England, അതും നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. Again the same question repeated and asked to Professor Maitland. Professor Maitland. അദ്ദേഹത്തിനോട് ഈ ചോദ്യം ചോദിച്ചു, വാട്ട് ഈസ് ഹിസ്റ്ററി എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഒരു പുതിയൊരു ഡെഫിനിഷനാണ് തരുന്നത്. ഹിസ്റ്ററി വാട്ട് ദ മാൻ ഹാസ് ഡൺ ആൻഡ് സെഡ് above all what he has thought. എന്താണ് മനുഷ്യൻ സംസാരിച്ചത്, എന്താണ് മനുഷ്യൻ ചെയ്തത്, എന്താണ് മനുഷ്യൻ ചിന്തിച്ചത്, ഇതെല്ലാം ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് വരുമെന്നാണ് വില്യം ഫ്രെഡറിക് മെയ്റ്റ്ലാൻഡ്, പ്രൊഫസർ മെയ്റ്റ്ലാൻഡ് പറയുന്നത്. വാട്ട് ദ മാൻ ഹാസ് ഡൺ ആൻഡ് സെഡ് അബവ് ഓൾ വാട്ട് ഹി ഹാസ് തോട്ട്. അപ്പൊ ഈ രൂപത്തില് ചരിത്രത്തിന് കുറെ ഡെഫിനിഷൻസ് ഉണ്ട്. അപ്പൊ കുറെ ഡെഫിനിഷൻസ് ഉള്ള ഒരു മേഖലയായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും, ഹിസ്റ്ററിയെ ഒരു ഡെഫിനിഷനിൽ ഒതുക്കി നിർത്താൻ സാധിക്കില്ല. അതിന്റെ കാരണം നമ്മുടെ ലൈഫിനെ പോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള തലങ്ങളിലേക്ക് ചരിത്ര പഠനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കമ്മിങ് ടു E.H. കാർ, നേരത്തെ പറഞ്ഞ വാട്ട് ഈസ് ഹിസ്റ്ററി എന്ന് പറയുന്ന അതേ പുസ്തകത്തിൽ അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നുണ്ട് ഹിസ്റ്ററിയെ പറ്റി. അപ്പോ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഹിസ്റ്ററി ഈസ് ആൻ അൺഎൻഡിങ് ഡയലോഗ് ബിറ്റ്വീൻ ദ പ്രസന്റ് ആൻഡ് ദ പാസ്റ്റ് ആൻഡ് ദ ചീഫ് ഫങ്ഷൻ ഓഫ് ഹിസ്റ്ററി ഈസ് ടു മാസ്റ്റർ ദ പാസ്റ്റ് ആസ് ദ കീ ടു ദ ഫ്യൂച്ചർ. E.H. കാർ, വാട്ട് ഈസ് ഹിസ്റ്ററി? നമ്മൾ നേരത്തെ എഴുതിയ ആദ്യത്തെ വാക്ക് അതായിരുന്നു. എഡ്വേർഡ് ഹാലറ്റ് കാറിന്റെ ഡെഫിനേഷൻ ഇതാ നിങ്ങൾക്കായി തരുന്നു. E.H. കാർ ഡിഫൈൻഡ് ഹിസ്റ്ററി. It is an unending dialogue between the present and the past, and the chief function of history is to master the past as the key to the future. Coming to the next authority related to the history, just remember another name, that is Thucydides. Thucydides അദ്ദേഹത്തിന് ഒരു വലിയൊരു സ്ഥാനമാണ് ചരിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. The first scientific historian. Thucydides has been considered as the first scientific historian, whereby he has given certain tasks to the historians or to the historiographers. അപ്പൊ അദ്ദേഹം കുറച്ച് ടാസ്ക് നമ്മളെ ഏൽപ്പിക്കുന്നുണ്ട്. Thucydides-ന്റെ പുസ്തകത്തിന്റെ പേര് Peloponnesian Wars, named by Peloponnesian Wars. ഇതാണ് Thucydides-ന്റെ പുസ്തകത്തിന്റെ പേര്, Peloponnesian Wars. ഹെറോഡോട്ടസിന് നമ്മള് ഹിസ്റ്ററീസ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിന്റെ 9 വോളിയമുള്ള ഒരു വലിയൊരു ശേഖരത്തെ പറ്റി നമ്മൾ പറഞ്ഞു. ഇതാ Thucydides, the first scientific historian, the Peloponnesian Wars. ഇത്രയും നമ്മുടെ മനസ്സിൽ ചരിത്രം എന്നുള്ളതിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ടതാണ്. അപ്പൊ Thucydides എന്ത് ടാസ്കാണ് നമ്മളെ ഏൽപ്പിച്ചത്? A historian or a historiographer, he was given with a certain task. The 3 important tasks were given to the historiographers. Thucydides തന്റെ പുസ്തകത്തില് the subject matter of Peloponnesian War is the struggles between the Athens and the Spartans.
Athens and the Spartans, they were warring with each other. These were the two Greek city-states, and for the supremacy, they were warring with each other. ആഥൻസിനെ പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന ഒരു ചിത്രീകരണം ഇതാണ്. ഇന്ന് നാം ഡെമോക്രസി നാം എൻജോയ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന്റെ ഇറ്റിലമായിട്ട് ആഥൻസിനെയാണ് നാം കരുതുന്നത്. സ്പാർട്ടൻസിനെ പറ്റി പറയുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഭരണ സംവിധാനം നമ്മുടെ മുമ്പിൽ ഉണ്ട് എങ്കിൽ, നമ്മൾ അതുമായിട്ട് താതാത്മ്യപ്പെട്ട് പോകുന്നുണ്ട് എങ്കിൽ അറിയാതെ നാം ഓർത്തു പോകും ദ സ്പാർട്ടൻസ്. So the Spartans were well versed in different types of administration, whereas Athens, they were the mouthpiece of modern democracy or the spokesman of modern democracy. So Peloponnesian War, it is the content of the Peloponnesian War, the struggle between these two city-states, Athens versus Sparta. So these are the prelims, or these are the introductory part of history. Now coming to the next point, that is related to the periodization of history. After the periodization of history, we can straight away enter into our topic named by the revolutions that influence the world. So when we are dealing with the periodization of history, we can see the two important incidents which help the historians to divide the world into three. Maybe the ancient, number one, number two, the medieval, and number three, the modern. These are the periodizations in the history. So definitely we must remember the periodization is based on certain important milestones in the works or in the human progress. And those were related to the Roman culture or Rome. We know that the two important civilizations which flourished, and even today we have certain bearings on these two civilizations. They were Rome and Greek. Rome and the Greek civilizations were considered as the classical civilizations of the ancient world. Coming to the periodization, number one, ancient period. Number two, medieval age or the Middle Ages. And number three, the modern age. This is the periodization. And the medieval age, that was based on the ancient age, middle age or the medieval period, and the modern age. The two important incidents were helped to identify these three periods. Number one, the first one that took place in the year 476 AD. And the second one, that is 1453 AD. So the two important incidents, those were associated with the Roman culture, the Roman system. We know that in ancient period, Rome was divided. The three times were divided. First time, that was in the year 286 AD. And the second time, that was during the time of Constantine, who was the emperor of the Roman culture, and that was in the year 340. And the third one, that was during the time of Theodosius. So the three rulers, they have divided, and the final division that was done by Theodosius, and that was in the year 396, whereby Rome was divided. The Western Rome and the Eastern Roman Empire. So Western Roman Empire and the Eastern Roman Empire. In order to pacify the struggles between the sons of Theodosius, Arcadius and Cornelius, the Western Roman Empire and the Eastern Roman Empire, and thus the Roman Empire is no more. Now the new name, nomenclature was given as Western Roman Empire and Eastern Roman Empire. The Western Roman Empire, again, that was the Western Roman Empire that was collapsed in the year 476 AD with the migration or with the arrival of the barbarians named by the Ostrogoths under the leadership of Odessa. And therefore 476, it was identified as the end of the end of the ancient age. So the ancient age started from the times immemorial and ended by 476,
or with the rupture of disintegration of the Western Roman Empire. അപ്പൊ വെസ്റ്റേൺ പശ്ചിമ റോമ സാമ്രാജ്യം 476 ബാർബേറിയൻസ് എന്നറിയപ്പെടുന്ന ജർമാനിക് ബാർബേറിയൻസ് എന്നറിയപ്പെടുന്ന ഓസ്ട്രഗോസ് അവരുടെ നേതാവായിരുന്ന ഒഡോവാസറിന്റെ നേതൃത്വത്തില് റോം ആക്രമിക്കപ്പെട്ടു. ഇതോടുകൂടി വെസ്റ്റേൺ റോമൻ എംപയർ ഇല്ലാതെയായി. ഈ ഒരു വർഷമാണ് നമുക്ക് ആദ്യത്തെ പീരിയഡൈസേഷൻ ആയിട്ട് ചരിത്രത്തിൽ ഉപയോഗിക്കുക. അപ്പൊ ഏൻഷ്യന്റ് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫ്രം ദ ടൈംസ് ഇമ്മമോറിയൽ, മേ ബി ബൈ ദ ഇയോസോയിക് ഏജസ് ഓർ ദ ഇയോസോയിക് ലോവർ പ്രീ കാംപ്രിയൻ, ഇവിടുന്ന് തുടങ്ങുന്ന ഒരു കാലഘട്ടം തുടങ്ങി ഈ ഒരു കാലഘട്ടത്തിൽ അവസാനിക്കുന്നതാണ് ഏൻഷ്യന്റ് ഏജ്. മിഡിൽ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെഡിയവൽ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയാണ്. ഈ വർഷം തുടങ്ങുന്നു with the rupture of the Western Roman Empire, ended by the rupture of the Eastern Roman Empire. Eastern Roman Empire ശിഥിലമാകുന്നത് അടുത്ത പ്രധാനപ്പെട്ട ഒരു ഇയർ ആണ് 1453. അപ്പൊ ഏകദേശം 5ാം നൂറ്റാണ്ടോടുകൂടി യൂറോപ്പിൽ ആകമാനം കാണുന്ന ഒരു സാംസ്കാരിക മുന്നേറ്റമാണ് ബാർബേറിയൻസിൻ്റെത്. ബാർബേറിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസിവിലൈസ്ഡ്, അൺകൾച്ചേർഡ്, അൺപോളിഷ്ഡ്, ഇങ്ങനെയുള്ള അർത്ഥങ്ങളാണ് ബാർബേറിയൻസിന് കൊടുക്കുക. അപ്പൊ 1453 എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈസ്റ്റേൺ റോമൻ എംപയർ, കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരുന്നു അതിന്റെ ക്യാപിറ്റല്. കോൺസ്റ്റാന്റിനോപ്പിൾ എന്നുള്ള പേര് കൊടുക്കുന്നത് തന്നെ ഞാൻ പറഞ്ഞു, പാസീവായിട്ട് ഞാൻ പറഞ്ഞു, കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ സമയത്താണ് ആ സെക്കൻഡ് ഡിവിഷൻ നടക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് എന്നും ഓർമ്മയിൽ കൊണ്ടുവരാൻ അദ്ദേഹം പഴയ ബൈസാൻഷ്യം എന്നുള്ളതിന് പുതിയൊരു പേര് കൊടുക്കുന്നു, കോൺസ്റ്റാന്റിനോപ്പിൾ, അല്ലെങ്കിൽ വേറൊരു പേരിൽ വിളിക്കുന്നു ന്യൂ റോം. അപ്പൊ ഒരു ഓൾഡ് റോം ഉണ്ട്, ദാറ്റ് ഈസ് ദ റോമൻ കൾച്ചർ ഓർ ദ വെസ്റ്റേൺ റോമൻ എംപയറിന്റെ ക്യാപിറ്റല്. ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ ക്യാപിറ്റല് കോൺസ്റ്റാന്റിനോപ്പിൾ. അങ്ങനെ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമിക്കപ്പെടുന്നു. ബാർബേറിയൻസ്, സെൽജൂക്ക് ടർക്സും ബാർബേറിയൻസിന്റെ ഭാഗക്കാരാണ്. അവരെ ആക്രമിക്കുന്നതോടുകൂടി നമുക്ക് അടുത്തൊരു കാലഘട്ടം ആരംഭിക്കുന്നു, ദ ബിഗിനിങ് ഓഫ് ദ മോഡേൺ ഏജ്. ഇവിടെയാണ് നമ്മുടെ ടോപ്പിക്കിന്റെ പ്രാധാന്യം. നോ, വിത്ത് ദ സിമ്പിൾ hectic identification of these 3 ages, where we are starting with. We are starting with the modern world, the significant revolutions in the world that those were taking place in the modern age, that is after 1453. So, coming to our topic. Okay. So, we can start with the topic in the next class. Hope that all these were bear in mind, and with this we can start with the next class.